ഹലോ ഗായ്സ്, സ്പെസിന്റെ 10ാമത്തെ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ ഇവിടുന്ന് വെച്ചാൽ നമ്മുടെ ഫാക്ടറി ഏരിയയിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്നത്തെ ബിൽഡ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും, തമ്മിലെ കണ്ടതുപോലെ നമ്മൾ ഈ ഒരു സാധനം ഫുള്ള് പൊളിച്ച് മാറ്റിയിട്ട് ഇവിടെ ഒരു ഓട്ടോമാറ്റിക് ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കാൻ പോവാണ്. അതിനുള്ള റിസോഴ്സസ് ഒക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്ര സാധനങ്ങളാണ് അതിൻ്റെ വേണ്ട റിസോഴ്സസ്. ഇതിനകത്ത് എക്സ്പെൻസീവ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒബ്സർവർ, 20 ഹോപ്പർ, 2 സ്റ്റാക്ക് ഗ്ലാസ്. അപ്പോൾ ഗായ്സ്, ഇത്ര സാധനങ്ങളേ ഉള്ളൂ എന്തെങ്കിലും എക്സ്പെൻസീവ് ആയിട്ടുണ്ടെങ്കിൽ. അപ്പം ഞാനിത് 2 ലെയർ ആയിട്ടാണ് പണിയുന്നത്. ഇവിടെ താഴത്തെ നില 10, മേളത്തെ നില 10 ഞാനിത് പണിയുന്നത്. അപ്പം ഇതുണ്ടാക്കുന്നതിന്റെ ട്യൂട്ടോറിയൽ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്താക്കുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ എൻ്റെ ഈ വീട്ടിൽ ഉണ്ടാക്കുന്ന എല്ലാത്തിൻ്റെയും ട്യൂട്ടോറിയൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അതും ഓരോ വീഡിയോയ്ക്കകത്തും ഓരോന്നിൻ്റെ ലിങ്ക് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നോക്കി നിങ്ങളുടെ വീട്ടിലും ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഗായ്സ്, ഇതുണ്ടാക്കുന്നതിൻ്റെ ഒരു കുട്ടി ഡയലോഗ്സ് കണ്ടിട്ട് വന്നു. A few minutes later. അപ്പൊ ഗായ്സ്, കുറെ നേരത്തിന് ശേഷം ഞാനും ഓഗിയും കൂടെ ചേർന്ന് നമ്മുടെ ഈ ബിൽഡ് ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം ഓഗിയുടെ സപ്പോർട്ട് ഉണ്ടോണ്ടാണ് ഞാനിതെല്ലാം പെട്ടെന്ന് ബിൽഡ് ചെയ്ത് തീർത്തത്. അപ്പം ഞാൻ ഇത് മഡ് വെച്ച് ബിൽഡ് ചെയ്തേക്കുന്നത് നിങ്ങൾ സൈഡിൽ കാണുന്നുണ്ടായിരിക്കും മഡ്. അപ്പം ഫസ്റ്റ് തന്നെ വളർന്ന് വരുന്നു. അപ്പൊ നമ്മുടെ ഫാം എഫിഷ്യന്റ് ആണോന്ന് ചോദിച്ചാൽ ഞാൻ ഇവിടെ ഒരു 2 മണിക്കൂർ FK നിന്നു. ഇത്രയും കിട്ടി, 5 സ്റ്റാക്ക് അടുപ്പിച്ച് കിട്ടി. 2 മണിക്കൂർ നിന്നെന്ന് ചോദിച്ചാൽ ഒരു 1.5 മണിക്കൂർ നിന്നാണ്. അതോടൊപ്പം ഞാൻ ഇപ്പുറത്തോടും കുറച്ച് എക്സ്പേർട്ട് ചെയ്തിട്ടുണ്ട്. ഫാം തന്നെ തിരിച്ചിപ്പുറത്തും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇച്ചിരി കൂടെ എഫിഷ്യൻ്റ് ആകാൻ വേണ്ടി. അപ്പം മഴ എടുക്കാൻ തുടങ്ങി, അപ്പം പെയ്യും ഗൈസ് മഴ. അപ്പോൾ ഞാനതൊക്കെ കട്ട് ചെയ്ത് മാറ്റി പിന്നെ റെക്കോർഡ് ചെയ്യുന്നതാണ്. അപ്പം ഇതൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല. ഓഫ് ക്യാമറ ഭയങ്കര പണിയാണ്. നമ്മുടെ ബിൽഡിംഗ് പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് എൻഡർപേൾ കണ്ടുപിടിക്കാൻ പോകണം. അപ്പം നെതറിൽ എനിക്കൊരു ബയോം ഉണ്ട്, മറ്റേ എൻഡർമാനൊക്കെ സ്പോൺ ആകുന്നത്. ആ ബയോമിൽ പോയി അപ്പോൾ ഗൈസ് നമുക്ക് അവിടുന്ന് കുറേ എൻഡർപേൾ കിട്ടും. അതാണ് ഏറ്റവും നല്ല വഴി. എനിക്കിവിടെ താഴെ ഒരു വില്ലേജർ ഉണ്ട്. ഏറ്റവും താഴത്തെ നിലയിലോട്ട് വരുമ്പം ഫസ്റ്റ് തന്നെ എനിക്ക് ഒരു ബ്രൂയിങ് സ്റ്റാൻഡ് വെച്ചൊരു വില്ലേജർ ഉണ്ട്. അവൻ എനിക്ക് എൻഡർപേൾ തരുന്നുണ്ട് ഗൈസ്. അതുകൊണ്ട് തന്നെ നമുക്ക് നെതറിൽ പോയി ആ ബയോമിൽ പോയി എൻഡർമാനെ കൊല്ലാൻ കഴിയും. അപ്പം നേരെ നെതറിലോട്ട്. അപ്പോൾ നമ്മൾ നെതറിനകത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ എന്തെങ്കിലും ഗൈസ് ബിൽഡ് ചെയ്ത് വെക്കാം. ഇവിടെ നമുക്ക് എന്തെങ്കിലും ബിൽഡ് ചെയ്ത് വെക്കാം, എന്നാലേ കുറച്ചുകൂടി രസമാകത്തുള്ളൂ. അതാണ് നമ്മുടെ ബയോമ്. എൻഡർമാനൊക്കെ നിൽക്കുന്നുണ്ട്. നമുക്കിനി അവിടെ ചെല്ലാം. ഗൈസ്, ഒരുത്തിൻ്റെ കടലിലോട്ട് നോക്കിയിട്ടുണ്ട്. ഒരുത്തൻ വിട്ട് വരുന്നുണ്ട്. ദേ പോകുന്നു. അങ്ങോട്ടല്ല പോനെ, ഇവിടെ. ഗൈസ്, ആർക്കും എന്നെ വേണ്ടേ? എൻഡർമാന്റെ കൊട്ടാരം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആർക്കും എന്നെ വേണ്ടെന്ന് തോന്നുന്നു. ഒരുത്തൻ എന്നെ നോക്കിയിട്ട് താഴോട്ടോടി. ഒരുത്തനുണ്ടായിരുന്നു, എല്ലാരും എന്നെ കൂട്ടിയിട്ട് അടിക്കുന്നേ. ഓടിവായോ. പക്ഷെ നമുക്ക് അപ്പന്മാരെ അങ്ങ് തീർത്തേക്കാൻ നൈസായിട്ട്. അതിന് മുമ്പേ നമ്മൾ തീരുമെന്ന് ചെറിയ ഡൗട്ടില്ലാതില്ല. A few moments later. അപ്പൊ ഗൈസ്, നമ്മൾ തിരിച്ചെത്തി. നമുക്ക് 5 എൻഡർപേൾ കിട്ടി. എനിക്ക് മുമ്പിലായി പോയി ഗൈസ്, എന്നാന്നറിയത്തില്ല. അവിടെ എൻഡർമാൻ ഒന്നുമില്ല. ഞാൻ നേരത്തെ വന്ന് തീർത്തെന്ന്. ഞാൻ ചുമ്മാ ടെലിപ്പോർട്ട് ചെയ്ത് കളിയായിരുന്നു ഗൈസ്. അപ്പം എൻ്റെ ഓവർവേൾഡിൽ കുറച്ചിടത്ത് ഞാൻ സ്പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവന്മാരെ നൈസായിട്ട് കടക്കടാൻ തീർത്തിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഒരുത്തനെ കണ്ടിട്ടുണ്ട്. അടി അവനെ ഉറക്കണം. അപ്പോൾ ഗൈസ്, നമ്മൾ അവനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ചാകുന്നില്ല. എൻ്റെ ഇടയ്ക്ക് ഒരു ക്രീപ്പർ ഉണ്ട് അടുത്ത്. കുഴപ്പമില്ല, നമുക്ക് സീനില്ല. അപ്പോൾ ഗൈസ്, നമ്മൾ ബ്ലാസ്റ്റ് പ്രൊട്ടക്ഷൻ അല്ല, നമ്മുടെ സാധാ പ്രൊട്ടക്ഷൻ ആണ്. ഇവിടെ ഒരുത്തരും കൂടെ നിന്ന് കറങ്ങുന്നുണ്ടല്ലോ, അവനെ കൂടെ തപ്പട്ടെ. ഗൈസ്, ഒരു എൻഡർമാനെ കൂടെ കിട്ടി. വാടാ. അയ്യോ ഗൈസ്, ലാഗടിച്ചേ. ഗൈസ്, നിങ്ങൾ എൻ്റെ ഷീൽഡ് നോക്കി ഗൈസ്. ഞാൻ പുതിയൊരു ഷീൽഡ് ഉണ്ടാക്കിക്കൊണ്ട് പോയതാ. ഞാൻ ആദ്യമായിട്ട് ഇത്ര ഷീൽഡിന്റെ പവറൊക്കെ കുറയുന്നതാണ്. അടങ്ങി ഇരിയടാ ഗൈസ്. അവനും തീർന്നിട്ടുണ്ട്. അവൻ എനിക്കൊന്നും തന്നില്ല. അപ്പോൾ ഗൈസ്, നമ്മുടെ കുറച്ച് ഗോൾഡ് ഉണ്ട്. അതും കൂടെ നമുക്കൊന്ന് ഫോർച്യൂൺ ചെയ്തേക്കാം ഗൈസ്. അത്രയും ഫോർച്യൂൺ ചെയ്തപ്പോൾ ഒരു 4 ഉള്ളതെന്ന് തോന്നുന്നു. അത്രയും ഫോർച്യൂൺ ചെയ്തപ്പോഴേ നമുക്ക് 29 കിട്ടി ഗൈസ്. അതാ ഫോർച്യൂണിന്റെ പവർ. അപ്പോൾ ഗൈസ്, എൻ്റെ ഇൻവെന്ററി ഒന്ന് സോർട്ട് ചെയ്ത് തരാം. അപ്പോൾ ഗൈസ്, എൻ്റെ വീടിന്റെ നടുമുറ്റത്ത് നിന്ന് ഞാൻ ഔട്ട്രോ പറയാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.